അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ളതാണ്. ഇതേ കുന്തം പിടിച്ച് നിൽക്കുന്നത് തസ്നിയാണ്. ഈ കുന്തത്തിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിൽ ജ്യൂസാണ്, കരിമ്പ് ജ്യൂസാണ്. അവരൊരു പ്രത്യേക രീതിയിൽ അവരുടെ പാട്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇത് ഏതോ മോണോ സെറ്റ് വെച്ചിട്ട് തരകപ്പാട്ടിട്ട് അടിക്കും പോലെയാണ്. ആ ഒരു സംഭവമാണ്. തലവേദന എടുക്കണം ആ പാട്ട് കേട്ടിട്ട്. ആ പാട്ട് നശിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ജ്യൂസ് ഇവർ ഫേമസ് ആക്കിയിരിക്കുകയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ആക്കിയിരിക്കുകയാണ്. ഒരു കരിമ്പ് ജ്യൂസ് എങ്ങനെ ബ്രാൻഡ് ആക്കണം? കൂൾ കെയിൻ അല്ലേ? എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എന്ന് തോന്നണം ആ ഒരു സംഭവമാണ് ഇത് അല്ലേ. അപ്പോൾ ആ ഒരു ജ്യൂസ് അടിപൊളി ജ്യൂസാണ്. അവരാദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ജ്യൂസ് കരിമ്പ് ജ്യൂസ് അടിക്കുന്നു. എടാ ഒന്ന് സൗണ്ട് ഉറക്കടാ. അത് എൻ്റെ പൊന്നെ തലവേദന എടുക്കണ. ഓ എന്തൊരാശ്വാസമാടാ. ഒരു പാട്ട് നിർത്തുമ്പോൾ എന്തൊരാശ്വാസം കിട്ടണം ആദ്യമായിട്ടാണ്. ഇത് കണ്ടില്ല, ആ ജ്യൂസ് അടിക്കും ആദ്യം. അതിനുശേഷം മിക്സിയിൽ ആ ഫാഷൻ ഫ്രൂട്ട് അതിട്ടിട്ട് അടിച്ച് അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഈ കുപ്പിയിൽ തന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസാണ്. ഞാൻ വന്ന് കോഴിക്കോട് വരുമ്പോൾ കഴിക്കുന്ന ഒരു ജ്യൂസാണ്. ഇതിന് എത്ര? 60 രൂപ അല്ലേ? 60 രൂപയാണ്. ആ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവരൊരു ബ്രാൻഡ് ആക്കിയിരിക്കുകയാണ് ആ ജ്യൂസിൽ. എന്തായാലും സന്തോഷം. ഇതൊക്കെ പറയാനായിട്ടാണ് വന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ കഴിക്കണമായിരിക്കും അല്ലേ? ഇത് സ്റ്റാർബക്സിൻ്റെ ഈ സൈഡിൽ തന്നെയാണ്. ഇത് ഞാൻ വരുമ്പോൾ എപ്പോഴും ഇവിടുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പാട്ട് നിർത്തിയപ്പോൾ എനിക്കൊരു തലക്കൊരു ആശ്വാസം കിട്ടി. വന്നപ്പോൾ തൊട്ട് തലവേദന എടുക്കണം. പാട്ട് കേട്ടിട്ട് തലവേദന എടുക്കണം ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട്. എന്തായാലും സന്തോഷം. ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ.